നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ. യെസ്, നിങ്ങളെല്ലാം ടൈറ്റിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫാൻസി ഫോഗ് ലൈറ്റ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഗ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഫോഗ് ലൈറ്റ്സ് വിത്ത് ഫ്ലാഷർ അല്ലെങ്കിൽ ഷോ ലൈറ്റ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒരു കാറിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബലേനിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം എന്ന വീഡിയോൻ്റെ അല്ലെങ്കിൽ എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ്. സോ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരേ ഒരു സെക്കൻഡ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്തേക്കുക. ഇതിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോകൾ, ന്യൂസുകൾ നിങ്ങളുടെ മുന്നിൽ പടപെടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എത്തും. ഇതുപോലുള്ള ലൈറ്റ്, ബാർ ടൈപ്പ് ലൈറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ടത്. ബാട്ടിന് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ലൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റും അല്ലേ? ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ലൈറ്റ് ഒന്ന് ഇട്ടാട്ടെ സുജിത്തെ. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ഫോഗ് ലൈറ്റ്. ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഏകദേശം പോയി, മൊത്തം വെള്ളമൊക്കെ കയറി ആ കാലം പോയി. ഇതും നമ്മൾ സീലൻ്റ് ഇടാൻ പറ്റും, കിട്ടിട്ട് ചെയ്യാം അല്ലേ? അങ്ങനെയാണ് വെള്ളം കയറില്ലല്ലോ. പിന്നെ അപ്പോൾ ഇതിങ്ങളുടെ ലൈറ്റുകൾ എപ്പോഴും മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സീലൻ്റ് ഇട്ടിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് പറ്റിയ അവതാണ്. ഇത് എടുക്കുന്ന മീറ്റർ എടുക്കേണ്ടതെന്ന് ഞാൻ പറയും, കാരണം സാധനം പോക്കാം. എനിവേ, സോ നമ്മളത് പർസിങ് എടുത്തിട്ട് നമ്മുടെ പഴയ സ്റ്റോക്ക് സാധനം അവിടെ ഫിക്സ് ചെയ്യും. പിന്നെ അപ്പോൾ ആക്ച്വലി ഞാൻ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷിംഗ് ടൈപ്പും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ ലൈറ്റും വെക്കാൻ വേണ്ടി പറ്റും, ഫ്ലാഷിംഗ് ആയിട്ട്. അതായത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമൽ യൂസിന് നമ്മളൊരിക്കലും ഫ്ലാഷിംഗ് ആയിട്ട് യൂസ് ചെയ്യില്ല. ബട്ട് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ഷോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇത് മെലഡി മേക്കർ എന്ന് പറയും. നമ്മുടെ ഹോണിൻ്റെ കൂടെ വരുന്ന സാധനമാണ് ഇത്. ഹോണിന് വെക്കുന്ന സാധനം, പക്ഷേ ഹോണിനല്ല, നമുക്ക് ലൈറ്റിനും വെക്കാം. ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാഷിംഗ് ടൈപ്പ് ആക്കും. ഫ്ലാഷിംഗ് ടൈപ്പ് മാത്രമല്ല, നമുക്ക് നോർമൽ ആണെങ്കിൽ ഇതിൽ കൊടുത്ത പോലെ നോർമൽ ഇട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് നോർമൽ സെറ്റിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് രീതിയിലും പറ്റും. വൈറ്റ് നമ്മൾ ഫോഗ് പോലെ കൊടുക്കുക ചെയ്യുക. യെല്ലോ നമ്മൾ ഇൻഡിക്കേറ്ററിൽ കൊടുക്കും, ഇൻഡിക്കേറ്റർ ഫംഗ്ഷനായിട്ട്. ഇൻഡിക്കേറ്റർ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, ലൂപ്പ് ചെയ്യേണ്ടി വരില്ല എന്തായാലും അല്ലേ ഈ കേസിൽ? ഓക്കെ, അപ്പോൾ വാറണ്ടിയുള്ള വണ്ടികൾക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഇൻഡിക്കേറ്റർ ലൂപ്പ് ചെയ്യേണ്ടി വരും കൊടുക്കുമ്പോൾ. എല്ലാത്തതാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് വൈറ്റ് മാത്രം കൊടുക്കുക. പിന്നെ വാറണ്ടി പീരീഡിന് ശേഷം നിങ്ങൾ ലൂപ്പ് ചെയ്ത് ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുത്താൽ മതി. ഇതാണ് സാധനം. എന്താടാ പറഞ്ഞടാ, പറഞ്ഞോ നീ പറഞ്ഞോ. ഇല്ല, ഇത് കണക്ടർ വരുന്നില്ല, എല്ലാം നമുക്ക് അങ്ങനെ എടുക്കുന്നു. ഇതിൽ അതിന് കണക്ടർ അന്ന് നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് നോക്കാം, അങ്ങനെയും ചെയ്യാം. അങ്ങനത്തെ വണ്ടികൾക്ക് ഉണ്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പറ്റില്ല. നിങ്ങൾ വേറെ വണ്ടികൾക്ക്, ഇപ്പോൾ ഞാൻ ഒരു ശല്യത്തെ ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ കണക്ടറുള്ള വണ്ടികൾക്ക് നമുക്ക് കണക്ടർ കൊടുക്കാൻ വേണ്ടി പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കണക്ടർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലൂപ്പ് ചെയ്യുന്നത് വേറൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഫ്യൂസ് ബോക്സിന് വലിച്ച വയറായിരുന്നു ഡയറക്റ്റ്. ഫ്യൂസ് ബോക്സ് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അടിയിലായിട്ട് ഫ്യൂസ് ബോക്സ് വരുന്നത്. സോ ഫ്യൂസ് ബോക്സിന് വലിച്ച ലൈനായിരുന്നു, അതുകൊണ്ട് വേറെ നമ്മൾ കട്ടിംഗ് ഒന്നും അതിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ മറ്റ് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ യെല്ലോ ബ്ലൂ കളർ ഇൻസ്റ്റാളേഷൻ ചെയ്ത വീഡിയോവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ എല്ലാവിധ വീഡിയോസും നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ നമ്മൾ ചെയ്ത എല്ലാ വർക്കിൻ്റെ ഓരോ വീഡിയോസും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഇല്ലല്ലോ, ഇത് മറ്റേ റിലേ ഉള്ളിലല്ലോ ഒക്കെ അല്ലേ? ഓക്കെ. ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ബസ്സിലും ട്രാവലറിലും എല്ലാം ചെയ്യുന്ന ഇതുപോലത്തെ സെയിം പരിപാടി തന്നെയല്ലേ? ഇൻഡിക്കേറ്റർ ഫ്ലാഷറോ എല്ലാം യൂസ് ചെയ്യാം അല്ലേ? അത് ഹോണിന് യൂസ് ചെയ്യുന്നതിന് പ്രശ്നം, ലൈറ്റിന് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നല്ല കമ്പനീൻ്റെ മേടിക്കാം എപ്പോഴും കൊടുക്കാം. റിലേക്ക് ഏകദേശം 200 രൂപ അറേഞ്ച് വരും. വേണമെങ്കിൽ നിങ്ങൾ റിലേയിൽ കൊടുത്താൽ മതി. റിലേയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അത് നമ്മളെങ്ങനെ ഫിറ്റ് ചെയ്യുക? ഡബിൾ സൈഡ് ടാപ്പ് തന്നെ അല്ലെങ്കിൽ അത് തന്നെ ചെയ്യണ്ടില്ല? സ്ക്രൂ ഇടാൻ കഴിയില്ല അല്ലേ? പറ്റൂലല്ലേ? കളി വരും. അപ്പോൾ ഇപ്പൊ ഇത് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, ലൈറ്റ് പോയിട്ടല്ലേ? വെള്ളം കയറിയിട്ടില്ല നിൽക്കുമല്ലേ? പിന്നെ വെള്ളം എന്ത് വാട്ടർ പ്രൂഫായാലും കയറുമല്ലേ? ഇത് LED തന്നെ, ഒരു SMD? ഇത് LED തന്നെയാണ് സാധനം. ഒരു കാലത്ത് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു പലേനോട്. പിന്നെ പല ടൈപ്പ് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലോട്ടൊക്കെ ആയിരിക്കും വെള്ളം കയറുന്നത്. ക്യാപ്പ് വേണ്ട, ഇതിലോട്ടൊക്കെ കയറുന്നത്. ഇത് അയച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് മാത്രമേ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി, കൗതുകത്തിന് വേണ്ടിയിട്ട്. കൗതുക ലേശം കൂടുതലാണ്.
ബമ്പറിന് കൊടുക്കുന്നുണ്ട് നമ്മൾ കണക്ടർ കൂടി മേടിച്ചിട്ടുണ്ട്. കാരണം കണക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബമ്പർ റിമൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് അടക്കം റിമൂവ് ചെയ്യണ്ട. ബമ്പറിൻ്റെ ആ കണക്ടർ ഈ ഒരു കണക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ബമ്പർ ഊരിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വയറിങ് ഇട്ടുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഉള്ളിലേക്കുള്ള. നമ്മളിവിടുന്ന് ലൂപ്പ് ചെയ്യാണ്ട് നമ്മളെ പിന്നെ അവിടെ ഒരു ലൈൻ ഉണ്ട്, ഫ്യൂസ് ബോക്സിനകത്ത് ലൈൻ ഉണ്ട് ഓൾറെഡി. നമ്മൾ മറ്റേ നേരത്തെ ഫോഗ് ലൈറ്റിന് മേടിച്ച് അതിലേക്കാണ് കൊടുക്കുന്നത്. സോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഈ ഫ്യൂസ് അടിച്ച് വീഴും. വേറെ നമ്മളെ വയറിങ്ങിന് അല്ലെങ്കിൽ ഷോക്കോ അല്ലെങ്കിൽ നമ്മളെ തീ വരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്രയും സേഫായിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അറിയാത്ത ആളെ കൊണ്ട് നമ്മൾ ഫിറ്റിപ്പിക്കാൻ പാടില്ല. അറിയുന്നൊരു ടെക്നീഷ്യനെ കൊണ്ട് മാത്രം, നിങ്ങൾ ഇലക്ട്രീഷ്യനെ കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യിപ്പിക്കും ഇതുപോലുള്ള വയറിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇതുപോലെ ഞാൻ ഫ്ലിക്കർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് കൂടി അപ്പുറം വരും. അപ്പോൾ നമ്മൾ റിലേ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഫ്ലിക്കറിങ് വർക്ക് നമ്മൾ ഷോന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ RTO പിടിക്കും, യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് നമ്മൾ ഷോ പർപ്പസിന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഇട്ടിട്ട് പോലെ യൂസ് ചെയ്യുക. ഇതിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കാനുള്ള ഫംഗ്ഷനും വരുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇതാണ് നമ്മളെ റിലേ. ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മളിപ്പം. ഇതിപ്പോൾ നോർമൽ ഫംഗ്ഷനാണ്. ഫോഗായിട്ടുള്ളപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഫ്ലിക്കറിങ് മോഡല്ലേ, ഇങ്ങനെയും കൊടുക്കാം. എന്നിട്ട് അതൊരു വ്ളോഗർ വണ്ടി കേസായത്. അതാ ഉദ്ദേശിച്ചതല്ലേ, റെഫറൻസ്. നല്ല ഐഡിയ ആണ് കേട്ടോ. ഇത് വന്നിട്ട് അത് മറ്റേ സയറിനിട്ട് പോയിട്ട് നമ്മളെ ഇവന്നി പിടിച്ചത് ഇവിളിച്ചിട്ട്. അതുകൊണ്ട് നീ പറഞ്ഞതിന് ശേഷം കോസ്റ്റ് കട്ടിങ് ആടാ. നിന്റെ ഉണ്ടോ സിയാസിനുണ്ടോ? സോ നമ്മളിവിടെ ഇൻഡിക്കേറ്ററിന് കൂടി കണക്ട് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്. സോ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് യെല്ലോ ലൈറ്റിൽ ഫ്ലാഷ് ചെയ്യുന്ന കാണാം. ഏതായാലും അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ കുറച്ചറിയുന്ന രാജേഷ് ചേട്ടൻ അതൊന്ന് ഊരി നോക്കുക ചെയ്തത്. എന്താണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ പഴയ ലൈറ്റ്. സോ അത് കുറേ ഭാഗം എല്ലാം അടിച്ചു പോയി, അതിൻ്റെ പിക്സലും കാര്യങ്ങളൊക്കെ വെള്ളം കയറിയിട്ടാകാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുകൊണ്ടാകാം. സോ നമ്മുടെ വർക്ക് ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്ലാഷർ മോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫ്ലാഷർ ഇട്ട് നോക്കിയതാണ്. നമുക്ക് നോർമൽ ഫോഗ് ലൈറ്റും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഇതാണ് നമ്മുടെ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോഗ് ലൈറ്റ് നമ്മുടെ 2 ലൈറ്റ്സും ഓൺ ആവും. അതിൻ്റെ കൺട്രോളർ അല്ലേ മെലഡി മേക്കർ ഇവിടെ കാണാം. സോ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇതിപ്പം ഫ്ലാഷർ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ലൈറ്റും മാറി മാറി ഫ്ലാഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. സോ ഇത് ഏത് കുറേ മോഡ്സ് ഉണ്ട്, 2 ഒന്നിച്ച് കത്തിരിക്കുന്നത്. നമ്മളെ ഹോൺ ഉണ്ടല്ലോ, മെലഡി മേക്കർ ഹോൺ. അപ്പോൾ അതിൻ്റെ അതേ വർക്കിംഗ് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇപ്പം ഇൻഡിക്കേറ്റർ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇൻഡിക്കേറ്റർ നമ്മുടെ 4 സൈഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കിയത് കൊണ്ടാണ് നമ്മുടെ 4 സൈഡിലെ ലൈറ്റ് കൂടി ഒന്നിച്ച് കത്തുന്നത്. അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ലൂപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, വാറണ്ടി പോകുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. സോ മൊത്തമായി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് ആകെ ഒരു നെഗറ്റീവായി തോന്നിയത് നമ്മുടെ റിലേയുടെ സൗണ്ടാണ്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായി തോന്നിയത്. ബട്ട് അത് നോർമൽ മോഡിൽ ഒരിക്കലും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഹസാർഡിലേക്ക് മാറും മാത്രമാണ് ടിക് ടാക് സൗണ്ട് വരുന്നുണ്ട്. അത് എനിക്ക് നെഗറ്റീവായി തോന്നിയുള്ളൂ. സോ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി, ഇപ്പം നൈറ്റായി. സോ ഇനി നൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇത് ഫോഗ് ലൈറ്റ് മാത്രം വിട്ടുകൊണ്ട് നല്ല വെളിച്ചം നമുക്കുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ലൈറ്റ് ഔട്ട്പുട്ടും വെളിച്ചവും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇത്രയും വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ബിലീവ് മീ, നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ എന്താ പറയേണ്ട ആ ഒരു ഫോഗ് ലൈറ്റ് മാത്രമാണ്. അതിൻ്റെ കൂടെ പാർക്ക് ലൈറ്റ് മാത്രമാണ്, വേറെ നമ്മൾ ഇട്ടിട്ടില്ല. ഇത് ഫ്ലാഷർ മോഡാണ്. ഫ്ലാഷർ മോഡാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വർക്ക് ചെയ്യും. ബട്ട് ഇത് നമ്മൾ ഫാൻസി അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇടുന്ന യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചത് യെല്ലോ കളർ നമ്മളെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷനാണ്. ഇൻഡിക്കേറ്റർ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ തന്നെ നമുക്ക് ഇത്രയും ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. സോ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല വിസിബിലിറ്റി ഇതിൻ്റെ അകത്ത് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി എൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാകുക.
നമ്മുടെ പാർക്ക് ലൈറ്റ്സും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഫോഗ് ലൈറ്റ്സും കൂടി ഓൺ ആയി കഴിഞ്ഞാൽ ഇത്രയും വെളിച്ചം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നല്ല ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. നമ്മൾ ആ ഒരു പൈസക്ക് സ്പെൻഡ് ചെയ്തോളം നമുക്കുണ്ട്. അപ്പോൾ ഇത് മേടിക്കേണ്ട ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആമസോണോ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ നിന്ന് വേണം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. സോ എല്ലാത്തിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായിട്ട് ഇടാവുന്നതാണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. അടിപൊളി പ്രോഡക്റ്റാണ്. എന്താ പറയേണ്ട, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ഫ്ലാഷർ മോഡിൽ നിങ്ങൾക്ക് കാണാം. നൈറ്റ് ടൈമുള്ളൊരു അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഒന്നും പറയാനില്ല സാധനം. സൂപ്പർ തന്നെ സൂപ്പർ. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കളറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളറാക്കാൻ കൂടി പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ ലൈറ്റ്സും, ഇപ്പോൾ നമ്മൾ താഴെ വരുന്ന ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോയി കാണാം. ഇത്രയുമാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വീഡിയോ ആയിരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വാഹന സംബന്ധമായ ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മറ്റ് വീഡിയോസ് കാണാത്ത ആൾക്കാരാണ് കാണുക. വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ പടാന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. സോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. എന്തായാലും ഡൗട്ടോ കാര്യങ്ങളോ എന്തും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ താഴെ രേഖപ്പെടുത്തുക, മറക്കാതെ രേഖപ്പെടുത്തുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗായ്സ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് പൃഥ്വി ഷോൻ സൈനിങ് ഓഫ്. ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ടൈം, ബൈ.